PM ശ്രീ പദ്ധതിയിൽ ഇനി ഒപ്പുവെക്കാനുള്ളത് കേരളവും തമിഴ്നാടും. കോൺഗ്രസ് സർക്കാരുകൾ അധികാരത്തിലിരുന്ന സംസ്ഥാനങ്ങൾ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച സ്ഥിതിക്ക് കേരളത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നിലപാടാണ് ഇനി ഏറെ നിർണായകമാകുന്നത്. ഭരണമാറ്റത്തെ തുടർന്ന് മെയ് 15-നാണ് ബംഗാൾ സർക്കാരും PM ശ്രീ കരാറിൽ ഒപ്പുവെക്കുന്നത്. അധികാരമാറ്റത്തിന് പിന്നാലെ PM ശ്രീ പദ്ധതിയിൽ പശ്ചിമബംഗാൾ സർക്കാർ ഒപ്പുവെക്കുകയായിരുന്നു. മമതാ സർക്കാർ PM ശ്രീയിൽ ഒപ്പുവെക്കാൻ തയ്യാറായിരുന്നില്ല. സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് പിന്നാലെയാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത്. നേരത്തെ പശ്ചിമബംഗാൾ, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാതെ മാറി നിന്നിരുന്നത്. 3 സംസ്ഥാനങ്ങളിലും ഭരണമാറ്റമുണ്ടായി. ഇനി കേരളവും തമിഴ്നാടും മാത്രമാണ് പദ്ധതിയിൽ ഒപ്പുവെക്കാനുള്ളത്. കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങൾ നേരത്തെ തന്നെ പദ്ധതിയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളം പദ്ധതിയുടെ ഭാഗമാകുന്നതിൽ മുഖ്യമന്ത്രി വി ഡി സതീശന്റെ തീരുമാനമാകും നിർണായകമാവുക. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്തെ 14,500-ലധികം സ്കൂളുകളെ മികച്ച മാതൃകാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാക്കി മാറ്റുക എന്നതാണ് PM ശ്രീ പദ്ധതിയുടെ ലക്ഷ്യം. ജനം, ഡൽഹി.